ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞ APO അല്ലെങ്കിൽ അസിസ്റ്റന്റ് പേഴ്സൺ ഓഫീസർ എക്സാമിന്റെ PYQ വുമൺ അസിസ്റ്റന്റ് പേഴ്സൺ ഓഫീസർ നടന്നിട്ടുണ്ടായിരുന്നു. അതില് ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ എക്സാമില് ആക്ച്വലി ബയോളജിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത് അല്ലെ. ഒന്ന് ജസ്റ്റ് ഒരു വായന ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മുടെ APOയ്ക്ക് വന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിപ്പിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ഈ ജൈവ ഘടകങ്ങൾ മണ്ണിലേക്ക് വിഘടിപ്പിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കൊള്ളുക. പ്രകാശ സംശ്ലേഷണം, വിഘാടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ, ഓക്സീകരണം, ബാഷ്പീകരണം. നമുക്ക് ഓൾറെഡി ആൻസർ എലിമിനേറ്റ് ചെയ്ത് തന്നെ ആൻസറിലേക്ക് എത്താം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താം. ഓൾറെഡി അറിയാം എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് നമുക്കറിയാം അല്ലെ. ഹരിത സസ്യങ്ങള് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസും ഓക്സിജനും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതല്ല എന്ന് നമുക്കറിയാം. അടുത്ത നോക്കിക്കൊള്ളുക. ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ. ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷനും അല്ല അല്ലെ. ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. എന്തായിരുന്നു ഈ ബാഷ്പീകരണം എന്ന് പറയുന്നത്? അതായത് ദ്രാവക അവസ്ഥ അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിൽ നിന്ന് വാതക അവസ്ഥയിലേക്ക് ജലം തിളച്ച് വാതക അവസ്ഥയിലേക്ക് മാറുന്നതിനാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓൾറെഡി ആൻസർ ആയി. ഏതാണ്? ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വിഘാടനം എന്നാണ് അല്ലെ. വിഘാടനം എന്നാണ്. ഈ പറയുന്ന ജൈവ വസ്തുക്കള് മണ്ണിലേക്ക് വിഘടിപ്പിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിഘാടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് അല്ല. അതിനെ സഹായിക്കുന്ന ഈ പറയുന്ന എന്താണ് ഫംഗസുകൾ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. അവയെ നമ്മൾ സാധാരണഗതിയിൽ സാപ്രോഫൈറ്റുകൾ അല്ലെങ്കിൽ മൃതഭോജികൾ എന്ന പേരിലാണ് വിളിക്കുന്നത്. അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത ചോദ്യം നോക്കിക്കൊള്ളുക. അടുത്ത ചോദ്യം അതായത് PSC നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഡോഗ്സ് എന്ന് പറയുന്ന അല്ലെ അതിന്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് അല്ലെ. അതായത് ഡോഗ്സ് എന്ന് പറയുന്ന ചികിത്സാ രീതി. ഇനി വേണമെങ്കിൽ ചോദിക്കാം ഈ ഡോഗ്സിന്റെ ഫുൾ ഫോം ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളുക. ഈ ഡോഗ്സ് എന്ന് പറയുന്ന ചികിത്സാ രീതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ. നമ്മള് പഠിച്ചു തുടങ്ങുന്ന ആൾ വരെ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ഏതാണ്? ഈ പറയുന്ന ഡോഗ്സ് എന്ന് പറയുന്ന ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിയാണ്. രോഗങ്ങളുടെ രാജാവ് എന്നാണ് ക്ഷയരോഗം അറിയപ്പെടുന്നത് അല്ലെ. ബാക്ടീരിയ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗം. ഏത് ബാക്ടീരിയയാണ് പരത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗത്തിനുള്ള കുത്തിവയ്പ് BCG ആണെന്ന് നമുക്കറിയാം അല്ലെ. BCG ഫുൾ ഫോം പഠിച്ചോളുക. ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ. എന്താ? ബാസിലസ് കാൽമെറ്റ് ഗ്വാറിൻ എന്നാണ് BCGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കാരണം അത് SCRT കണ്ടന്റ് ആണ്. അതേപോലെ മറ്റ് രോഗങ്ങളിലേക്ക് വരാം. എയ്ഡ്സ് എന്ന് പറയുന്നത് ഫുൾ ഫോം എന്താ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലെ. HIV വൈറസ് നമ്മുടെ കോശങ്ങളെ ബാധിക്കുന്നത് മൂലം അവയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഏതെല്ലാം രീതികളിലൂടെ എയ്ഡ്സ് പകരും? ഒന്ന് എന്ന് പറയുന്നത് സേഫ് അല്ലാത്ത അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് അല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഈ പറയുന്ന രോഗം പകരാം. അല്ല എങ്കിൽ സിറിഞ്ച് സൂചി പങ്കുവെക്കുന്നതിലൂടെ പകരാം. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഗർഭസ്ഥ കുഞ്ഞിലേക്ക് ഈ പറയുന്ന രോഗം പകരാം. അതേപോലെ ഈ പറയുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ബ്ലഡ് ട്രാൻസ്ഫർ തുടങ്ങിയ രീതികളിലൂടെയാണ് ഈ രോഗം പകരുന്നത് അല്ലെ. ഈ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് പ്രധാനമായിട്ടും ഈ രോഗം പകരുന്നതെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ പോളിയോ ഏത് സൂക്ഷ്മാണുവാണ് പോളിയോ പരത്തുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കുക, പോളിയോ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നതും എന്താണ്? വൈറസ് പരത്തുന്ന രോഗമാണ്. അപ്പൊ ക്ലിയർ അല്ലേ? രോഗങ്ങളും രോഗകാരികളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം: കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായിട്ട് ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? അത് ശൈലി എന്നുള്ളതാണ് കേട്ടോ. ശൈലി. ആൻസർ
ആൻസർ ഓപ്ഷൻ സി ആണ് ശൈലി. അല്ലെ, ഈ പറയുന്ന ആശാപ്രവർത്തകര് ഈ പറയുന്ന എന്താണ് 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് ശൈലിയാണെന്ന് മനസ്സിലാക്കുക, ശൈലിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലെ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ഓൾറെഡി നമ്മൾ പഠിച്ചു. എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എയ്ഡ്സ് എന്ന് തന്നെ വന്ന 2 ചോദ്യങ്ങളാണ് അല്ലെ. എയ്ഡ്സ് പരത്തുന്ന വൈറസ് ഏതാ? എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പരത്തുന്നത് HIV വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ് പരത്തുന്നത്. ഈ വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ലിംഫോസൈറ്റുകളെ, ബി ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുകയും അല്ലെ, അതേപോലെ തന്നെ നമ്മുടെ ലിംഫോസൈറ്റുകളെ നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് വൈറസുകളാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, HIV വൈറസുകളാണ്. അല്ല, ബാക്കി ഓപ്ഷൻസ് നോക്കിക്കൊള്ളുക. ഏതാണ്? ചിക്കൻ ബോക്സ് വൈറസ് എന്താണ് പരത്തുന്നത് ഇങ്ങനെ എടുത്തു പറയണ്ടല്ലോ അല്ലെ. പോളിയോ വൈറസ് എന്താണ് പരത്തുന്നത് എടുത്തു പറയണ്ടല്ലോ. റെനോ വൈറസ് എന്താ പരത്തുന്നത് അല്ലെ? റെനോ വൈറസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. ആൻസർ എന്താണ്? HIV ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലെ? അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? പേസ് മേക്കർ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? അപ്പൊ നമ്മൾ പലതവണ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഹാർട്ട് പഠിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെ രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്നത്. 4 അറകളുള്ള മനുഷ്യ ഹൃദയം അല്ലെ. അവിടെ വലത് ഏട്രിയത്തിന് വലതുവശത്തായിട്ട് ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്, അതാണ് SA നോഡ് എന്ന് പറയുന്നത്. വലത് ഏട്രിയത്തിന് വലത് ഭാഗത്തായിട്ട് എന്തുണ്ട്? SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് ഉണ്ട്. ഈ SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളിലെ ഹൃദയം അല്ലെങ്കിൽ പേസ് മേക്കർ എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്താണ്? ഹൃദയത്തിനുള്ളിലെ ഹൃദയം അല്ലെങ്കിൽ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡാണ്. ആൻസർ ഓപ്ഷൻ A ആണ് അല്ലെ. പിന്നെ കിഡ്നിയിലേക്ക് വരുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. പാൻക്രിയാസ് എന്ന് പറയുന്നത് സമ്മിശ്ര ഗ്രന്ഥിയാണ്. അതായത് എൻസൈമും ഉൽപ്പാദിപ്പിക്കും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. എന്താ? സൂര്യപ്രകാശത്തിൽ നിന്നും സ്വയം നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? അല്ലെ, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ചോദ്യമാണ്. സൺലൈറ്റിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന വിറ്റാമിൻ ഏതാണ്? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. ഏത് വിറ്റാമിൻ? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് അത് വിറ്റാമിൻ D ആണ് അല്ലെ. വിറ്റാമിൻ D ആണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. വിറ്റാമിൻ C ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ K ഫില്ലോക്വിനോൾ എന്നറിയപ്പെടുന്നു അല്ലെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ K. വിറ്റാമിൻ E ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നു. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വിറ്റാമിൻ E ആണ്. കണ്ടോ, ഇത്തരത്തില് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാവുന്ന 6 മാർക്കാണ് നമുക്ക്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന 6 മാർക്കാണ് നമുക്ക് ബയോളജി എന്ന് വന്നത്. സോ തീർച്ചയായിട്ടും PYQ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു അല്ലെ. ഇപ്പൊ ബയോളജിയിലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ബയോളജി എന്ന് പറയുന്നത്. നമുക്ക് 6 മുതൽ കറണ്ട് അഫേഴ്സുകൾ കൂട്ടി 8 മാർക്ക് വരെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം, ഒരു കൃത്യമായിട്ടുള്ള പഠനം ഉണ്ട് എങ്കിൽ. തീർച്ചയായിട്ടും ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമുകളാണ് ഈ പറയുന്ന VFA, ബിവസ്കോ LD അല്ലെങ്കിൽ LGS പോലുള്ള എക്സാമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനം ഉണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് VFAയുടെയും ബിവസ്കോ LDയുടെയും അല്ലെ LGSന്റെ എല്ലാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.